ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2-ൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കെ രാധാകൃഷ്ണൻ MP അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വിജയത്തിളക്കത്തിൽ നിൽക്കുന്ന പ്രതിഭകളെ ആദരിക്കാൻ ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേസൽ ടോഫ് എന്ന പേരിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത്. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങി സ്കൂളിന്റെ പെരുമ ഉയർത്തിയ മിടുക്കുകളെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് അസാധ്യമാണെങ്കിൽ പോലും സാധ്യമാക്കാൻ കഴിയുന്നതൊക്കെ ശരിയാണെന്നാണ് എന്നോട് ചോദിച്ചത്. ലൈബ്രറി സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം, അതിന് MP ഫണ്ടിൽ നിന്നും കുറച്ച് പൈസ തരണം പറയുന്നത്. തീർച്ചയായിട്ടും MP ഫണ്ടിൽ നിന്നും നമ്മുടെ സ്കൂളിലെ ലൈബ്രറി ഒരു കാര്യം ഞാൻ വിട്ടുപോയി. 17-ാം തീയതി നമ്മുടെ ശിവൻ സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ കുട്ടികൾക്കും +2-ന് A+ വാങ്ങിയ കുട്ടികൾക്കെല്ലാം അനുമോദനം കൊടുത്തിരുന്നു. പക്ഷേ സ്കൂളിൽ എന്ന നിലയിൽ നമ്മുടെ 99% റിസൾട്ട് ഉണ്ടാക്കി ഓൺലൈനിൽ പ്രത്യേകമായിട്ടുള്ള അതൊരു മിസ്സിങ് പറ്റിയതാണ്. സർക്കാരൊക്കെ ചെറിയൊരു മിസ്സിങ് പറ്റി. അപ്പോൾ അതിൻ്റെ പേരിൽ നടത്തുന്ന എല്ലാ കൊല്ലവും നടത്തുന്നതാണ് ശിവൻ സ്മാരക ട്രസ്റ്റിൽ വേണ്ടി നടത്തുന്ന ഏറ്റവും കൂടുതൽ വിജയം കരസ്ഥമാക്കിയ സ്കൂളിലുള്ള ഒരു ട്രോഫി അല്ലെങ്കിൽ അനുമോദനം കൊടുക്കാറുണ്ട്. അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്തായാലും ഇന്ന് കൊടുക്കാൻ കഴിയുന്ന സന്തോഷം കൂടി അറിയിക്കുന്നു. സ്കൂൾ ലൈബ്രറിയുടെ നവീകരണത്തിന് ഫണ്ട് അനുവദിക്കണമെന്ന് പ്രിൻസിപ്പലിന്റെ ആവശ്യത്തോട് അനുകൂലമായാണ് MP പ്രതികരിച്ചത്. ലൈബ്രറി വികസനത്തിനായി MP ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്ന കാര്യം ഉറപ്പായും പരിഗണിക്കുമെന്ന് കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ വ്യക്തമാക്കി. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യങ്ങളെയും പരിസ്ഥിതികളെയും വിദ്യാർത്ഥികൾ കൃത്യമായി വിലയിരുത്തണമെന്നും കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രാപ്തി കൈവരിക്കാൻ പുതുതലമുറ തയ്യാറാകണമെന്നും അദ്ദേഹം മുഖ്യപ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു. ഉന്നതമായ വിജയങ്ങളൊക്കെ കൈവരിക്കാറുണ്ട്. ഒരുപാട് ചടങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സമയം ഒന്നും കൂടി മാറി ചിന്തിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നിപ്പോ ഒരു കോഴ്സ് നമ്മൾ ഡിഗ്രിക്ക് നിങ്ങൾ എടുക്കുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ B.Tech നിങ്ങൾ ചേർന്നു നിങ്ങൾ എടുക്കുന്ന ഒരു കോഴ്സ്, ആ കോഴ്സ് പഠിച്ച് ഇവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഒക്കെ അപ്പോഴേക്കും മാറ്റങ്ങൾ സംഭവിക്കുക. വിസ്മയങ്ങളാണ് നമ്മുടെ ലോകത്ത്. ഓരോ നിമിഷവും അറിവിന്റെ ആ ലോകത്തിലേക്ക് നിങ്ങൾ കടന്നു പോകണം. പഠിച്ച വിഷയം കാലഹരണപ്പെട്ടു പോകണം. കുറേ കാലം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ഞാനിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്സിംഗ് എന്റെ ഭാഗത്തും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തട്ടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. നവജ്യോതി എഡ്യൂക്കേഷൻ ഏജൻസി പ്രൊവിൻഷ്യൽ സുപ്പീരിയറും കോർപ്പറേറ്റ് മാനേജറുമായ സിസ്റ്റർ ജെസിൻ തെരീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലിറ്റിൽ ഫ്ലവർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യാലയത്തിന് കരുത്തായി നിൽക്കുന്ന സിസ്റ്റർ ലീന ജോൺ, സിസ്റ്റർ ആൻ ജെയിൻ, റെജി MJ, ടിനു തോമസ് എന്നിവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. LFGSS സ്റ്റാഫ് സെക്രട്ടറി നീതു വിൻസെന്റ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് അനുമോദന ചടങ്ങിൽ പങ്കെടുത്തത്. CCV ന്യൂസ്, ചേലക്കര.